ഏതായാലും നീ അകത്ത് പോയി അച്ഛൻ്റെ ഷർട്ടിങ് എടുത്തുകൊണ്ട് വാ. ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. മക്കൾ തന്നിഷ്ടം കാട്ടിയാലും പിറകെ നടന്നല്ലേ പറ്റൂ. ആ പോണ്ട, വരണുണ്ട്. നിക്കവിടെ. എവിടെയായിരുന്നു ഇതുവരെ? ലൈബ്രറി വരെ പോയിരുന്നു. ലൈബ്രറി പോയിരുന്നു? ലൈബ്രറി പോയിരുന്നോ? അവിടെ അന്വേഷിച്ചിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിലുള്ളവർ പറയാതെ കണ്ണി കണ്ടിടം നിരങ്ങിയിട്ട് കള്ളം പറയുന്നോ? എന്ന് മുതലാടി നീ ഈ ശീലം തുടങ്ങിയത്? ചോദിച്ചു കേട്ടില്ലേ? എന്ന് മുതലാന്ന്? അവളെ തല്ലിയത്. പിന്നെ അല്ലാതെ അവളെ ഒക്കത്തെടുത്തോണ്ട് നടക്കണോ? നടന്നല്ലേ കുറെ കാലം. എന്നിട്ട് എന്താ കിട്ടിയേ? പുസ്തക പ്രകാശനം കഴിഞ്ഞു അല്ലേ? എനിക്കറിയായിരുന്നു നീ പോയത് അവിടേക്കാന്ന്. ഞാനത് മനഃപൂർവ്വം അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചതാ. ആരോടും പറയാതെ എന്തിനാ നീ ആ ചടങ്ങിന് പോയത്? എനിക്ക് പോണമായിരുന്നു. സാഹിത്യകാരന്മാരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങല്ലേ. അവിടെ ശിവൻ എന്ന സാഹിത്യകാരൻ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് അറിയണമായിരുന്നു. പഠിത്തത്തെ തല്ലിക്കെടുത്തി, ക്ലാസ് നഷ്ടപ്പെടുത്തി, രാവും പകലും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സാഹിത്യ സൃഷ്ടിയാ. അതാ എന്റെ കനലാട്ടം. വേദിയിൽ നിന്ന് ശിവൻ പറഞ്ഞ വാക്കുകളാ. നാണം കെട്ടവൻ. സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അവൻ എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിഞ്ഞു? ശിവൻ എന്ന പേരിൽ ദൈവികത്വമുണ്ട്, പ്രവൃത്തിയിലോ അസുരനേക്കാൾ ഹീനനാ. പ്രസംഗത്തിനിടയിൽ അവിടെ എത്തിയ എന്നെ അവൻ കണ്ടു. എന്നിട്ട് തെറ്റ് ചെയ്തവന് എപ്പോഴും ഒരു കുറ്റബോധം ഉണ്ടാവുമല്ലോ, അതിന്റെ പതർച്ച ഉണ്ടായിരുന്നു. പിന്നീട് ഏതായാലും അവനിപ്പോ നല്ല സമയമാ, വളരെ വളരെ നല്ല സമയം. തള്ളപ്പക്ഷി അടയിരുന്ന് മുട്ട വിരിയുന്നത് വരെ കാത്തിരുന്നു. മുട്ട വിരിഞ്ഞപ്പോഴോ കാക്കയും പരുന്നും കൊത്തിക്കൊണ്ടു പോവാതെ നന്നായി നോക്കി. എന്നിട്ട് അവസാനം അധ്വാനത്തിന്റെ ഫലം വന്നപ്പോഴോ
കൈയും കെട്ടി നോക്കി നിന്നവർ അത് തട്ടിക്കൊണ്ടുപോയി. അത് അവന്റെ നല്ല സമയം നല്ലാതെ മറ്റെന്താ? ഇത്രയൊക്കെ ചെയ്തതല്ലേ? എനിക്ക് ആ വിദ്വാനെ ഒന്ന് മുഖാമുഖം കാണണമെന്നുണ്ടായിരുന്നു. അതിനായി ഞാൻ വീട്ടിലേക്ക് ചെന്നു. ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യത്തിന്റെ കെട്ടഴിച്ചു. പറയേണ്ടതൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോ അഴിഞ്ഞാട്ടക്കാരികളല്ലേ. നമ്മുടെ വാക്ക് ആര് കേക്ക്? അവന്റെ അമ്മ നന്നായി മുറിപ്പെടുത്തി എന്നെ. മുറിവുകൾ ഒരുപാടായി. കാലത്തിന് പോലും വായിക്കാൻ പറ്റാത്ത മുറിവുകൾ. ശിവൻ എന്ന നോവലിസ്റ്റ് വളരുകയാ. ആ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആരുടെയോ കണ്ണീരിന്റെ ഒരംശം അവനെ നിഴല് പോലെ പിന്തുടരും. എന്തിനു നീ ഇങ്ങനെ വേദനിക്കുന്നേ? സ്വയം വേദനിക്കാനായി എന്തിനു നീ ആ ചടങ്ങിന് പോയത്? ആര് പറഞ്ഞു എനിക്ക് വേദനയുണ്ടെന്ന്? എനിക്കൊരു വേദനയുമില്ല. ഞാൻ വേദനിച്ചത് എപ്പോഴാന്ന് ചേച്ചിക്കറിയൂ? എന്റെ അച്ഛനെ തല്ലിയപ്പോഴും. അച്ഛൻ നമ്മളെ തല്ലിയതായി എനിക്ക് ഓർമ്മയില്ല. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഇത്രയും ദിവസം ഒക്കെ അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു അച്ഛൻ. അത്രയ്ക്ക് ടെൻഷനല്ലേ ഞാൻ അച്ഛനെ സമ്മാനിച്ചത്. അതിന് ചെറുതായി ഒന്ന് തല്ലിയതല്ലേ ഉള്ളൂ. പക്ഷെ എന്താന്നറിയില്ല ചേച്ചി, എനിക്ക് നന്നായി വേദനിച്ചു. അച്ഛന്റെ പ്രതീക്ഷയുടെ മുഴുവൻ തകർത്തിരുന്നതിന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പാദത്തെ വീണ് പാപ്പരക്കണമെന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ അച്ഛന് എന്നോട് ക്ഷമിക്കാനാവൂ? അച്ഛൻ എന്നോട് ക്ഷമിക്കൂ? ദേവിയാനി എവിടേക്കാ പോയെന്ന് മാഷ്ക്ക് അറിയോ? എനിക്കറിയണ്ട, അവൾ എവിടേക്കെങ്കിലും പോട്ടെ. എന്താ മാഷേ ഇത്? കാര്യം അറിയാതെ ഇങ്ങനെ ദേഷ്യപ്പെടരുത്. ദേവു പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണവും കാണും. ഓ, ഇനി അമ്മയുടെ വക ന്യായീകരണമായിട്ട് ഇറങ്ങിയതായിരിക്കും. ആരെന്ത് പറഞ്ഞാലും ശരി, തന്നിഷ്ടത്തിന് നടക്കുന്ന മക്കളെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടില്ല. സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കും മാഷേ. എത്ര കഷ്ടപ്പെട്ടിട്ട് അവളൊരു നോവൽ എഴുതി പൂർത്തിയാക്കിയത്. ആ നോവൽ മറ്റൊരാൾ സ്വന്തമാക്കുമ്പോൾ ആർക്കായാലും വേദനിക്കില്ലേ? അതേ മാഷേ, നമ്മുടെ ദേവു എഴുതിയ കനലാട്ടത്തിന്റെ പ്രകാശനം ഇന്നാ നടന്നത്. ഇപ്പൊ അതിന്റെ ഉടമസ്ഥൻ ആ ശിവനല്ലേ? പുസ്തക പ്രകാശനം നടക്കുന്നിടത്തേക്ക് അവള് പോയത് ചടങ്ങ് കാണാൻ. ഓഹോ, എന്നിട്ട് ചടങ്ങ് കണ്ടോ? കനലാട്ടം പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ നോവൽ എഴുതാൻ പോയിരിക്കുന്നു. എന്നിട്ട് എന്താ നേട്ടം? ജീവിതകാലം മുഴുവൻ ഇരുന്ന് കരയാൻ നല്ലൊരു സമ്മാനം തന്നു നോവല്. ഒക്കെ എന്റെ പിടിപ്പിയടാ. കഥയും കവിതയൊക്കെ എഴുതുമ്പോ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചു. അന്നേ ഒരു കടിഞ്ഞാണിട്ടിരുന്നെങ്കിൽ ഇന്ന് ഗതി വരിയലായിരുന്നു. അവളാകെ വിഷമിച്ചിരിക്കുക. ഇനി മാഷ് അവളെ ഒന്നും പറയരുത്. അച്ഛന്റെ മുഖം കറുത്ത അത് സഹിക്കാൻ കഴിയില്ല നമ്മുടെ മക്കൾക്ക്. ശരിയാ. എന്ന് കരുതി നമ്മൾ മക്കളെ സ്നേഹിച്ചാൽ മാത്രം പോരെ ശാരദേ. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയും ചെയ്യണം. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളെ കാണാതായപ്പോ നമ്മൾ അനുഭവിച്ച ആധി. പുറത്തേക്ക് പോയപ്പോ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവാത്തത് എന്താ? ഞാൻ മുകുന്ദേട്ടന്റെ അടുത്ത് പോയി എന്നുള്ളത് ശരിയാ. പക്ഷെ താനിവിടെ ഉണ്ടായിരുന്നല്ലോ, കല്യാണി ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ആരോടും പറയാതെ ഒരു പോക്കേ പുസ്തക പ്രകാശനം കാണാൻ. അവളുടെ വേദന അവൾക്കല്ലേ അറിയാൻ കഴിയും മാഷേ. എന്തോന്ന് വേദന? മാനവും പോയി, അഭിമാനവും പോയി. പിന്നെ ആ ഒരു നോവല്. നോവല് പോയതിലല്ല അവൾക്കിപ്പോ സങ്കടം. മാഷ് അവളെ തല്ലിയതില്ല. കല്യാണിയോട് അവളത് പറയുന്നത് ഞാൻ കേട്ടു. എന്തിനും അച്ഛനെ കൂട്ട അച്ഛന്റെ ദേഹമായിരുന്നല്ലോ. അതുകൊണ്ട് അച്ഛൻ തല്ലിയത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പുറത്തുള്ളവര് മുഴുവൻ നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തുക. അതിന്റെ കൂടെ നമ്മളും
അവര് പാവങ്ങളല്ലേ മാഷെ. വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. അച്ഛനും മക്കളും കൂടെ വഴക്കിടുന്നത് കണ്ടിട്ടില്ല. ഇപ്പൊ ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ മാഷെ. മോളെ, അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്തോണ്ട് അച്ഛൻ. അല്ലെങ്കിൽ എന്റെ മുത്തിനെ അച്ഛൻ തല്ലുവോ? സാരില്ല അച്ഛ. അച്ഛൻ മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല ഞങ്ങളോട്. അങ്ങനൊരു ഓർമ്മ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് തല്ലിയപ്പോ മോളെ, അച്ഛൻ അറിയാതെ പുറത്തേക്ക് പോയതിന് ക്ഷമിക്കണോ എന്നോട്? അച്ഛൻ അറിഞ്ഞ് പോകാൻ അനുവദിക്കില്ല. എന്നാ പോവുകയും വേണമായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ. നിന്റെ മനസ്സറിയാൻ അച്ഛന് കഴിയും. നിന്റെ ആത്മാവാ ശിവന്റെ നോവലായി പുറത്തു വന്നിരിക്കുന്നത്. ചതിയിലൂടെ നേടിയ വിജയം താൽക്കാലികമാണ് മോളെ. ഈ വിജയത്തിന് ശിവനല്ല, നീയാ സന്തോഷിക്കേണ്ടത്. നിന്റെ നോവൽ അംഗീകരിക്കപ്പെട്ടതിന്, നീ ഒരു നോവലിസ്റ്റ് ആയതിന്. കഴിവുണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയും. നിന്റെ മുന്നിൽ സമയം ഇഷ്ടം പോലെയുണ്ട്. നിനക്കായി അവസരങ്ങളും വന്നു ചേരും. എന്താ മോളെ? അച്ഛൻ മക്കളെ സ്നേഹിക്കും, ജീവന് തുല്യം. അതുപോലെ തെറ്റ് ചെയ്ത് ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അച്ഛനറിയാതെ നോവൽ എഴുതി. അച്ഛനറിയാതെ ചേച്ചിയും കൂട്ടി ശിവനൊപ്പം പോയി. ഇപ്പത് വീണ്ടും അച്ഛനറിയാതെ. കൊല്ലാനുള്ള ദേഷ്യമില്ല എന്നോട്. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ ക്ഷമിക്കുന്നത്? മക്കളോട് അച്ഛൻ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ക്ഷമിക്കുക? എന്നാലും ഇതുപോലെ ക്ഷമിക്കുന്ന ഒരു അച്ഛൻ ലോകത്ത് എന്റെ അച്ഛൻ മാത്രമേ ഉണ്ടാവൂ. ചേച്ചി, ദേ കളത്തിൽ നേരെ താമര. ദേവു, നോക്കിയാ മാത്രം മതി, കുളത്തിലേക്കൊന്നും ഇറങ്ങണ്ട. ചേച്ചി, ഒരു വേണ്ട. ഞാൻ പറിക്കും. ദേവു, ഇവിടെ വരാനാ പറഞ്ഞത്. ദേവു, സൂക്ഷിച്ച്. ചേച്ചി, നോക്കിയേ, എന്ത് ഭംഗിയാ. എനിക്കൊന്നും കാണണ്ട, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ബൈ പറ. നീ ഇങ്ങോട്ട് വന്നേ. വാ ദേവു, നോക്കതേ അച്ഛൻ. ആ, മക്കളെത്തിയോ? എന്താ ഇത്രയും വൈകിയേ? അത് പിന്നെ അച്ഛാ, മോളുടെ കയ്യിലെന്താ? ഒന്നുമില്ല. ഒന്നുമില്ലേ? നോക്കട്ടെ. ഇതെവിടുന്ന? ചോദിച്ച കേട്ടില്ലേ, എവിടുന്ന ഇതെന്ന്? അത് കുളത്തിന്ന് അച്ഛാ. കുളത്തിൽ നിന്ന് ആരാ പൂ പൊട്ടിച്ചു തന്നത്? ആരാന്ന്? ദേവു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കുളത്തിന്റെ പോയതെന്ന്. പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലെന്ന്. പറഞ്ഞിട്ടില്ലെന്ന്. പറഞ്ഞു പോവാ. ഓടി. നീ മിണ്ടരുത്. നീ അതിനൊക്കെ കാരണക്കാരി. പോകാത്ത.
കൂട്ടു മോളെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചേച്ചിയുടെ പിണക്കാണോ നീ? ഞാൻ കൂട്ടില്ല. ചേച്ചി എന്ത് ചെയ്തിട്ടാ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ തൊടണ്ട. നോക്ക് ദേവു. ഞാൻ പറഞ്ഞതല്ലേ കുളത്തിലിറങ്ങരുതെന്ന്? വേണ്ട, എന്താണ് മുന്നണ്ട. കുളത്തിലിറങ്ങിയതുണ്ടല്ലേ അച്ഛൻ തല്ലിത്. നീ നോക്കി വാങ്ങിക്കുമോളെ. സന്തോഷായോ? എന്നിട്ടും സന്തോഷായില്ലേ? എന്നാ സന്തോഷിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഇതിവിടെ ഇരിക്കട്ടെ. തങ്കക്കുട്ടി ഇങ്ങ് വന്നേ. മോളും വാ. അല്ല, ഇത് ആരൊക്കെ വന്നിരിക്കുന്നേ? മോക്ക് ഇതിലേത് മുട്ടയാ വേണ്ടേ? ദാ ഇത്. ഇതോ? എത്രയെണ്ണം വേണം? 3 എണ്ണം. 3 എണ്ണം. എനിക്ക് വേണം. ചേച്ചിക്ക് ഒരെണ്ണം മതി. അതെന്താ മോളെ? എന്നല്ല അച്ചടിച്ച. ഇതാ ഇപ്പൊ സന്തോഷായോ? മിടുക്കി. മാഷേ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ എൻ്റെ ദേവൂട്ടിയെ തല്ലിയിട്ടുള്ളൂ. അത് ഓർമ്മയുണ്ടോ എനിക്ക്? സ്കൂൾ വിട്ടു വരുന്ന വഴി ആഴമുള്ള കുളത്തിലിറങ്ങി താമരപ്പൂ പറിച്ചതിന് നല്ല തല്ലു കൊടുത്തു ഞാൻ. കഴിഞ്ഞല്ലോ കഥ. പിന്നെ മിണ്ടുവോ? മുഖം തെളിയാൻ എന്തൊക്കെ അടവ് പ്രയോഗിക്കേണ്ടി വന്നു എനിക്ക്. അന്ന് തീരുമാനിച്ചതാ, എന്റെ മക്കളെ ഇനി ഒരിക്കലും ഞാൻ തല്ലില്ലെന്ന്. തല്ലിട്ടില്ല. തല്ലാനുള്ള അവസരം അവരുണ്ടാക്കിയിട്ടില്ല. എന്നിട്ടിപ്പോ ഞാൻ എന്റെ മോളെ. സാരമില്ല മാഷേ. മാഷല്ലേ നമ്മുടെ മോളെ തല്ലിയത്, അന്യരാരും അല്ലല്ലോ. എന്തിനാ ഞാൻ അവളെ തല്ലിയത്? സ്വയം കരണത്തടിക്കുന്നതിന് പകരം എന്തിനാ ഞാൻ എന്റെ കുട്ടിയെ ശിക്ഷിച്ചത്? അവളുടെ നോവലാണോ ദുരന്തങ്ങൾക്കൊക്കെ വഴിവെച്ചത്? അതോ എന്റെ പ്രവൃത്തിദോഷോ? എന്നിട്ട് കുറ്റങ്ങൾ മുഴുവൻ അവളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവളുടെ കരണത്തടിച്ചിരിക്കുന്നു. ശാരദേ, ഞാൻ എന്റെ മക്കളെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്നതുകൊണ്ടല്ലേ, അന്യരെ വീട്ടിൽ കയറാൻ അനുവദിക്കാത്തതുകൊണ്ടല്ലേ നമ്മുടെ കുട്ടികൾ ഇത്രയും പീഡനം അനുഭവിക്കേണ്ടി വന്നത്? ഒരിക്കലും അവരുടെ കണ്ണ് നനയരുതെന്ന് കരുതി. എന്നിട്ടിപ്പോ കണ്ണീര് തോരാത്ത ഒരു രാത്രി പോലും ഇല്ലല്ലോ നമ്മുടെ കുട്ടികൾക്ക്. മാഷ് വിഷമിക്കാതെ. നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ തിരിച്ചടി കിട്ടാതിരിക്കോ? ദൈവം ഒന്നും കാണാതിരിക്കോ? ഇത് കലിയുഗാടോ, ദുഷ്ടനെ പന പോലെ ഉയർത്തുന്ന കാലം. അതുകൊണ്ട് ദൈവം മുഖം തിരിച്ചാലും അത്ഭുതപ്പെടാനില്ല. തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്ന ദൈവത്തെ പോലും ഞാനിപ്പോ ശപിക്കുക. ഇനി ഒരിക്കലും കൈകൂപ്പി പ്രാർത്ഥിക്കാനായി ക്ഷേത്രത്തിലോ പൂജാമുറിയിലോ വേണ്ട, അരുതാത്തൊന്നും പറയണ്ട. എനിക്ക് സഹിക്കാൻ വയ്യ ശാരദേ. തന്റെ ഇടത്തോടെ എന്തിനെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ മോള് ഇന്നെന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. എത്രമാത്രം വീർപ്പുമുട്ടുന്നുണ്ടാവും അവള്. മക്കളുടെ ഉള്ളു തണുപ്പിക്കാനായി എനിക്കൊന്നും ചെയ്യാനാവുന്നില്ലടോ. എന്റെ മുമ്പിൽ നിന്ന് അവർ കരയുന്നില്ലെങ്കിലും അവരുടെ മുഖം കാണുമ്പോ ഓടി ഒളിക്കാൻ തോന്നുന്നു എനിക്ക്. എങ്ങനെ ഇനി നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരാൻ കഴിയും? അറിയില്ല എനിക്ക്. ആരെങ്കിലും കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. എന്തായി മത്യൂസേ, കങ്കാരുവിന്റെ മക്കളുടെ കാര്യം?
അവളുമാൻ അഴിയണോ? ടെൽമി, എന്റെ ചോദ്യത്തിന് മറുപടി തരാം.